എവരിവൺ. കുടുംബശ്രീയും കുഞ്ഞാടും എന്ന സിനിമയുടെ റൈറ്ററും DOP ആണ് നമ്മുടെ ഒപ്പം ഉള്ളത്. വെൽക്കം സാർ. നമസ്കാരം. അപ്പൊ ശ്രീകുമാർ സാറും ലോവൽ സാറും. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താലോ. സാറിനെ പറ്റിയിട്ട് പറഞ്ഞു. ഞാൻ കുടുംബശ്രീ കുഞ്ഞാടിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. പേര് ശ്രീകുമാർ അതൊക്കെ. എന്റെ ആദ്യ സിനിമ കഴിഞ്ഞ വർഷം ഇറങ്ങി മാജിക് ഫിലിംസിന്റെ ബാനറിൽ ക്രിസ്ത്യൻ സാറ് പ്രൊഡ്യൂസ് ചെയ്ത ദുബായ് ഷൂട്ട് കഴിഞ്ഞ എന്നാലും എൻ്റെ അടിയ സിദ്ദീഖ് ഏട്ടൻ, ലെന, സുരാജ് ഏട്ടൻ ചെയ്ത എന്നാലും എൻ്റെ അടുത്ത സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അതിനുശേഷം ഞാൻ എഴുതുന്ന രണ്ടാമത്തെ ചിത്രമാണ് കുടുംബശ്രീ. ഞാൻ എൻ്റെ മൂന്നാമത്തെ ഫിലിമാണ്. ഫസ്റ്റ് ഫിലിം ജോഷുവ എന്ന് പറഞ്ഞത്, രണ്ടാമത്തത് സിഗ്നേച്ചർ, മൂന്നാമത്തതാണ് കുടുംബശ്രീ. ഇത് മഹേഷ് ഏട്ടൻ വഴിയാണ് എനിക്ക് ഈ മൂവി വരുന്നത്. അപ്പൊ ഈ കുടുംബശ്രീയും കുഞ്ഞാടും എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്നത് ഒരു കുടുംബ ചിത്രം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എങ്ങനെ ഈ ത്രെഡ് കേട്ടപ്പോ അങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അങ്ങനെയാണോ ഡിസൈഡ്? അത് ഇതിന്റെ ഡയറക്ടർ മഹേഷ് ഏട്ടൻ ചെയ്ത ചങ്ങാതി പൂച്ച മൈ ബിഗ് ഫാദർ. മഹേഷ് ഏട്ടന്റെ സിനിമയും കുടുംബ ചിത്രമാണ്. ഞാൻ കഴിഞ്ഞ വർഷം എഴുതിയ എന്നാലും എന്റെ അടിയും കുടുംബ ചിത്രമാണ്. ഞങ്ങൾ രണ്ടുപേരും ഫാമിലി സബ്ജക്റ്റിന്റെ ആൾക്കാരായിട്ടാണ് ഈ കഥ ഫോമായി വന്നപ്പോൾ എന്നെ ക്ഷണിക്കുകയും പിന്നെ നമ്മുടെ പ്രൊഡ്യൂസർ ബെന്നി സാറിനെ കണ്ട് സംസാരിക്കുകയും ചെയ്തപ്പോൾ അപ്പോൾ കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്തൊരു സ്ക്രിപ്റ്റാണിത്. അപ്പോൾ പിന്നെ എനിക്കൊരു വേറെ സന്തോഷമുണ്ട്. എൻ്റെ ആദ്യത്തെ സിനിമയുടെ ടൈറ്റിൽ ഇട്ടത് പ്രൊഡ്യൂസർ ശിവൻ സാറാണ്, എന്നാലും എൻ്റെ അടിയ. ഇതിന്റെയും ടൈറ്റിൽ ഇട്ടത് ഇതിന്റെ പ്രൊഡ്യൂസർ സാറാണ്, കുടുംബശ്രീ കുഞ്ഞാട്. ഇപ്പൊ ടൈറ്റിലിന്റെ കാര്യം പറഞ്ഞല്ലോ, ഈ ടൈറ്റിലിന്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പൊ എന്നാലും എന്റെ അളിയ കുടുംബശ്രീയും കുഞ്ഞാടും. ഈ എന്നാലും എന്റെ അളിയുടെ ടൈറ്റിൽ രണ്ടാമത് മാറ്റേണ്ടി വന്നില്ലേ, ആ ഒരു പ്രശ്നമൊക്കെ വന്നിട്ട്? അപ്പൊ ആദ്യത്തെ ടൈറ്റിലും ഇട്ടത് ലിസ്റ്റിൻ സാർ തന്നെയായിരുന്നോ? അല്ല, ആദ്യം ടൈറ്റില് ലവ് ജിഹാദ്. അതാ ഞാൻ ചോദിച്ചത്. ലവ് ജിഹാദ് എന്നായിരുന്നു അതിന്റെ ടൈറ്റില്. അപ്പൊ പിന്നെ സിനിമയൊക്കെ എല്ലാം വർക്ക് കഴിഞ്ഞപ്പോൾ അതൊരു വിവാദമാകുമല്ലോ എന്ന ചർച്ചയിലാണ് ആ ടൈറ്റിൽ മാറ്റാമെന്ന് തീരുമാനിക്കുകയും ശിവൻ സാറ് എന്നാലും എൻ്റെ അളിയ എന്ന് പറയുന്ന ടൈറ്റില്. പക്ഷെ ലവ് ജിഹാദ് സിനിമയ്ക്ക് നന്നായി ചേരുന്ന ഒരു ടൈറ്റിലായിട്ട് എങ്കിലും അല്ല, ഇതിലാകുമ്പോ ഒരു ഹ്യൂമർ, അതും ഹ്യൂമറിലുണ്ട്. എന്റെ പാറ്റേൺ ഹ്യൂമറാണ്. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്നും ഒരു ഹ്യൂമർ പാറ്റേൺ ആയി എന്ന രീതിയിൽ അത് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ലെനയുടെയും ആ ഒരു കോംബോ ശരിയാ, അടിപൊളിയായിരുന്നു. എനിക്ക് അതിൽ നിന്നാണ് നമ്മുടെ ഫൗണ്ടേഷൻ. അത് കണ്ടിട്ടാണ് എനിക്കിപ്പോ വിളി വരുന്നത്, ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സിനിമയിൽ ഇപ്പൊ ഭയങ്കര ഹ്യൂമർ വർക്ക്ഔട്ട് ആയത്. അതേപോലെ നമ്മുടെ ഈ കുടുംബശ്രീയും കുഞ്ഞാടിലും ഹ്യൂമർ എലമെന്റ് ഭയങ്കര കൂടുതലാണ്. അത് ഇപ്പൊ ആനുകാലിക വിഷയങ്ങള് കോർത്തിണക്കിക്കൊണ്ട്, അതിപ്പം പറയാം, ഒരു പൂർവ്വവിദ്യാർത്ഥി, ഒരു പ്രവാസിയുടെ ഭാര്യ, ഈ കഥ പുറത്ത് വന്നതാണ്. ഒരു പ്രവാസിയുടെ സുന്ദരിയായ ഭാര്യ, മക്കളില്ല. അപ്പൊ അവര് ഈ പൂർവ്വവിദ്യാർത്ഥി സംഗമത്തിൽ പോകുമ്പോൾ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, ആ ഭർത്താവിനുണ്ടാവുന്ന സംശയങ്ങളും എല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് ഈ ഒരു സംഭവം നമ്മൾ വർക്കൗട്ട് ചെയ്യും. ഇതിനകത്ത് ആട്ടവും, അതെന്റെ ക്യാപ്ഷൻ ഇതാണ്: ആട്ടവും പാട്ടും ചിരിയും ചിന്തയുമായി അവർ വരുന്നു കുടുംബശ്രീ കുഞ്ഞാട്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഇന്നലെ ഇറങ്ങിയ MG ശ്രീമാന്റെ പ്രീമിയം ടീമിൽ ഇറങ്ങിയ പാട്ട് ഇന്നലെ ഇറങ്ങി, അത് വൈറലാണ്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ നാടൻ പാട്ടിന്റെ മകൻ മണികണ്ഠൻ ഇറങ്ങിയ ആ പാട്ടും വൈറലാണ്. അപ്പൊ രണ്ട് പാട്ടുകളും വൈറലായി. അപ്പം കുടുംബ പ്രേക്ഷകരെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഹ്യൂമറുണ്ട്, സെന്റിമെന്റ്സ് ഉണ്ട്, വലിയ ഗിമിക്സ് ഒന്നും ഇല്ലാതെ 2 മണിക്കൂർ അടിപൊളിയായിട്ട് വന്ന് ചിരിച്ച് നല്ല പാട്ടൊക്കെ കേട്ട് എന്റർടൈൻമെന്റ് ആയിട്ട് പോകാന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ അണിയറ പ്രവർത്തകർക്ക് പൂർണ്ണ വിശ്വാസമാണ്. കാരണം ഞങ്ങൾ അത്ര ജോഡിയായിട്ടാണ് ഷൂട്ട് ചെയ്ത് ഞങ്ങൾ മാറിയത്. അതുകൊണ്ടാണ് ഞങ്ങൾ പണിയായിരുന്നു. അതുകൊണ്ടാണ് ഇന്റർവ്യൂവിന് ഞങ്ങൾ ഒരുമിച്ചിരിക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. അത് ലൊക്കേഷനിൽ ഫഡിയായിരുന്നു പറയാ. കാരണം ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ടൈറ്റ് ഷെഡ്യൂൾ. കാരണം ലൊക്കേഷൻ ഇച്ചിരി സ്വതന്ത്രമായിട്ട് നിൽക്കാൻ പറ്റിയ സ്ക്രിപ്റ്റ് റൈറ്റർ മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉറക്കമില്ല. ഫുൾ നൈറ്റ് സീനാണ് എഴുതിക്കൊണ്ടുവരുന്നത്. ബുദ്ധിമുട്ടിക്കണ്ടായിരുന്നോ? അപ്പൊ ഉറക്കമില്ല എന്നുള്ളതാണ്. അതായത് 12 ദിവസം ഒരു ഷെഡ്യൂള്, അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 13 ദിവസം വരുന്ന അടുത്ത ഷെഡ്യൂള്. ആദ്യത്തെ 12 ദിവസം നമ്മൾ ഉറങ്ങുന്നത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെയാണ് ഒരു ദിവസം ഉറങ്ങുന്നത്. രാവിലെ 4 മണി വരെ ഷൂട്ട് ചെയ്യും. കിടന്ന് ഉറങ്ങുമ്പോഴാണ് മഹേഷേട്ടൻ പറയുന്നത് നാളെ രാവിലെ 6 മണിക്ക്. പുള്ളിയാണെങ്കിൽ ഭയങ്കര പഞ്ച്വാലിറ്റിയാണ്.
6 മണി എന്ന് പറഞ്ഞാൽ ഷാർപ്പ് 6 മണിക്ക് എത്തിയിരിക്കണം. വൈകുന്ന ഞാൻ മാത്രമേ ഒരു ദിവസം വണ്ടി എടുത്തോണ്ട് പോയി വിളിക്കും. അയ്യോ 6 മണിക്ക് എത്താനിട്ട്. 6:02 ആയപ്പോ നമ്മള് 6:02 ഞങ്ങൾ താഴെ എത്തി. പക്ഷെ വണ്ടിയില്ല. അയ്യോ വിളിച്ചു ചോദിച്ചപ്പോ പറയാണ് ഡയറക്ടർ വണ്ടിയായിട്ട് പോയെന്ന്. 6 മണി എത്താം. പിന്നെ ഞങ്ങൾ വരണ്ടേ, നിങ്ങൾ ഒറ്റയ്ക്ക് ഷൂട്ട് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ വണ്ടി ഇപ്പൊ വരും എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ രണ്ടാമത് ആ വണ്ടി വിട്ട് ഞങ്ങൾ പോകുന്നത്. ഭയങ്കര ഷാർപ്പ് ഡ്രൈവറില് ചോദിച്ചതൊരു ഞങ്ങൾ തമ്മിൽ ഫണ്ണി മൂണെന്ന് പറഞ്ഞാല് അപ്പൊ ഇവര് പകരം കിളി പോയി ഷൂട്ട് ചെയ്തതാ. കാര്യം ഉറക്കമില്ലാതെ അല്ല ഇവര് നമ്മുടെ ധ്യാന ടീമൊക്കെ നാടൻ പാട്ടിന്റെ ഒരു ആദ്യമായിട്ട് ഗാനമേള ആ ടീം. അപ്പൊ നൈറ്റ് ടൈം എടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ എപ്പോ വിശ്രമിച്ച് എപ്പോ ഞാൻ ഇതുവഴി നടന്നു പോയാലും ഞാൻ എവിടെ വന്നു വരും ഫീൽഡ് ക്യാമറയുടെ മുമ്പ് ഫ്രെയിമിൽ കൂടെ പോണാണ്. ഞാൻ അറിഞ്ഞിട്ടില്ല എപ്പോ വന്നാലും ഫ്രെയിമിൽ കൂടെ പോണാണ്. അപ്പൊ ഒരു ദിവസം ഫ്രെയിമിൽ കൂടെ വേറെ ആരാണ്ടൊക്കെ പോയിട്ട് ജാഫർക്ക് ആർട്ടിസ്റ്റൊക്കെ ചൂടായിരിക്കുക. എന്റെ സമയദോഷത്തിന് ഞാനൊന്നും മയങ്ങിട്ട് ഇടയ്ക്ക് വന്നു. ഞാൻ അങ്ങോട്ട് പോയപ്പോ ഇദ്ദേഹം വലിയ സിംഹമുടയത് ചാടി വീഴുന്നതാണ്. ഞാൻ കാരണം പറഞ്ഞു ഞാൻ റൈറ്ററാ പറ്റി എന്റെ പേര് എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പൊ എന്തുവാ നേരത്തെ ആരൊക്കെയോ ഫ്രെയിമിൽ കൂടെ പോയി. അത് എന്റെ അടുത്ത് ഞാൻ എന്റെ അടുത്ത് സ്ക്രിപ്റ്റ് റൈറ്റ് എടുത്ത് സോറി എന്റെ കളി പോയി. ജാഫറിക്കൊക്കെ ഇറങ്ങി വന്ന് ആർട്ടിസ്റ്റ് വേറെ ഇത്രയും എടുത്തോണ്ടിരിക്കുക. അപ്പൊ ഫ്രെയിമിൽ കൂടെ ബാക്കി കൂടെ പൊക്കോണ്ടിരിക്കുക. വളരെ രസകരമായിട്ട് പിന്നെ നമ്മുടെ ഈ സിനിമയില് നമ്മുടെ പ്രൊഡ്യൂസർ ഒരു നല്ലൊരു വേഷം സാറ് നല്ല മനോഹരമായ വേഷം ഇത് പ്രവാസി സണ്ണി എന്നുള്ള വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താരനിരയാണ് ധ്യാൻ ശ്രീനിവാസൻ, അന്നാരാജൻ, കലാഭൂ ഷാജോൻ ചേട്ടൻ, ഷാജോൻ ചേട്ടൻ, ജാഫർ ഇടുക്കി ചേട്ടൻ, ഇന്നസ് ബക്കു ചേട്ടൻ, സലിംകുമാർ ഏട്ടൻ, പാഷാമ ഷാജി ചേട്ടൻ, കോബ്ര രാജേഷ്, എല്ലാ ആർട്ടിസ്റ്റും ശ്രീകുമാർ ഇവരെല്ലാരും ഉണ്ട്. ഞാൻ പിന്നെ സന്തോഷം പങ്കുവയ്ക്കും. ഞാൻ ആ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് മനസ്സിൽ ഉദ്ദേശിച്ചോ അതെല്ലാം നമ്മുടെ ഡയറക്ടറും പ്രൊഡ്യൂസറും സമ്മതിച്ചു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും പക്ക, അതായത് ഇപ്പൊ ഒരു സത്യനന്ദിക്കാട് സാർ പറഞ്ഞ ഡയലോഗ് ഉണ്ട്. അദ്ദേഹം ഒന്ന് മാറി ചിന്തിച്ച് ചെയ്ത പടമാണ് ഇത് മോഹൻലാലിന്റെ പിങ്ക. അത് വർക്കൗട്ട് ആവാൻ കക്ഷി എങ്ങോട്ട് തിരിച്ചു പോയിട്ടുണ്ട്, കുടുംബ പ്രേക്ഷകരോട് പോയി. അതുകൊണ്ട് ആ സംവിധായകൻ അന്നുകൊണ്ട് ഇന്നുകൊണ്ട് അപ്പൊ ഞാനും ഇപ്പൊ മഹേഷ് ഏട്ടനൊക്കെ എന്തിന്റെ ആൾക്കാരാണ്, ഫാമിലിയുടെ ആൾക്കാരാണ്. അതുകൊണ്ട് തികഞ്ഞ ഒരു ഫാമിലി എന്റർടൈനർ ആണ്. ഒരു കാര്യമില്ല. ഞങ്ങൾ പ്രതീക്ഷ കണ്ട് ഞങ്ങൾ എല്ലാവരും സംതൃപ്തരാണ്. അതാണ് ഇതിന്റെ ഏറ്റവും പോസിറ്റീവ് നമുക്ക് പറയാം.